രാജ്യാന്തര അവയവ കച്ചവട മാഫിയ കൊച്ചുവഴിയും മനുഷ്യക്കടത്ത് നടത്തിയതായി സൂചന. ഉത്തരേന്ത്യക്കാരടക്കമുള്ള ഇരകളിൽ ചിലരെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇറാനിലേക്ക് എത്തിച്ചതായാണ് കരുതുന്നത്. അവയവ കച്ചവട മാഫിയയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ക്ലിനിക്കുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഏതായാലും രാജ്യാന്തര മനുഷ്യക്കടത്തിന്റെ കണ്ണികൾ കേരളത്തിലുമുണ്ട്. കേരളത്തിലും അവർക്ക് കൃത്യമായ രീതിയിൽ പിടിമുറുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആൾക്കാർ അത് തൊഴിലിൻ്റെ പേരിൽ മറ്റ് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളുടെ പേരിലാണ് കടത്തുന്നത്. ഇവരെ പിന്നീട് അവയവ മാഫിയക്ക് വിട്ടുകൊടുക്കുകയും അവരുടെ അവയവങ്ങൾ ഇല്ലാതാവുകയും അവർക്ക് പിന്നീട് ജീവച്ഛവങ്ങളായി ശിഷ്ടകാലം ജീവിച്ച് തീർക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ചെറിയ പണം നൽകിയാണ് പലപ്പോഴും ഇവരെ ഇത്തരത്തിലേക്ക് ആകൃഷ്ടരാക്കുന്ന സാഹചര്യവുമുണ്ട്. ജോലിയുടെ പേരിൽ, പല വാഗ്ദാനങ്ങളുടെ പേരിൽ, അതിൽ പണമുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുടെ പേരിൽ. പക്ഷേ ഈ കച്ചവട മാഫിയ അന്തർദേശീയ തലത്തിൽ തന്നെയാണ്. അവർക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ട്. കോടികളുടെ ബിസിനസ്സാണ്, കച്ചവടമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇവിടെ ഏറ്റവും വിലയിരുത്തേണ്ട, ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം മനുഷ്യരെയാണ് ഇങ്ങനെ വിൽപ്പന ചരക്കാക്കുന്നതിന്, മനുഷ്യ ജീവനുകളെയാണ് ഇത്തരത്തിൽ പന്താടുന്നതെന്നാണ്. കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഉള്ളുലയ്ക്കുന്ന യാഥാർത്ഥ്യം, ഉള്ളുലയ്ക്കുന്ന വാർത്തകളാണ് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട്, അവയവ കച്ചവട മാഫിയയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് മാഫിയ ഈ കൊച്ചിയിലും പിടിമുറുക്കിയിരിക്കുന്നു. കൊച്ചി വഴിയും മനുഷ്യക്കടത്ത് നടത്തിയതായുള്ള ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അല്ലേ? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയും മനുഷ്യക്കടത്ത് നടത്തിയതായിട്ടാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരം. നേരത്തെ 2 അറസ്റ്റ് ഈ കേസിൽ നടന്നിരുന്നു. ഒന്ന് മുഖ്യ കണ്ണിയായിട്ടുള്ള സാബിത്ത് നാസറിന്റെയും അതോടൊപ്പം തന്നെ ഈ അവയവക്കടത്ത് സംഘത്തിന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്ത പാലാരിവട്ടം സ്വദേശിയായിട്ടുള്ള സജിത്ത് ശ്യാമിനെയുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ സാബിത്ത് നാസറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിൽ അയാളെ 13 ദിവസത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഇരകളിൽ ചിലരെ കടത്തിയതായിട്ടാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചും നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സാബിത്ത് നാസർ നൽകിയിട്ടുള്ള മൊഴിയിൽ പ്രധാനമായിട്ടും പറയുന്നത് താൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, മറ്റുള്ളവർ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഈ അവയവക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. ഈ 2ാം ഘട്ട അന്വേഷണത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു സജിത്ത് ശ്യാമിനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ അവയവ കൈമാറ്റത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വേണം, അത് വ്യാജമായിട്ട് നിർമ്മിച്ചു നൽകിയ ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി സമാന്തരമായിട്ട് അന്വേഷണ സംഘം കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 19 പേരും ഉത്തരേന്ത്യക്കാരാണ്. 20 പേരെയാണ് ഇറാനിലേക്ക് കടത്തിയത്. അതിൽ ഒരു മലയാളി ഉണ്ട്. ഇയാളെ കൂടി കണ്ടെത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ് ഇറാനിലെ സ്വീകർത്താക്കളിൽ നിന്ന് കമ്മീഷനായിട്ട് ഈ ഏജന്റുമാർ കൈപ്പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇരകൾക്ക് നൽകിയിട്ടുള്ളതാകട്ടെ 6 ലക്ഷം രൂപയും. ഈ ഇറാനിൽ അവയവ കൈമാറ്റം എന്ന് പറയുന്നത് നിയമപരമാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇരകളിലേറെയും കടത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരി വഴിയും ഉത്തരേന്ത്യക്കാരിൽ ചിലരായിട്ടുള്ള ഇരകളെ കടത്തിയതായിട്ടാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സജിത്ത് ശ്യാമിനെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറാനിൽ സജിത്ത് ശ്യാമിന്റെ അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയതിൽ പണം എത്തിയത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം ഈ സബിത്തിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണത്തിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ പോലീസിന്, അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള കണ്ണികളാണ്, അവർക്ക് എതിരെയുള്ള ഒരു പരിശോധന, അവർക്കെതിരെയുള്ള ഒരു ഇടപെടലുകൾ അത് എത്രത്തോളം കാര്യക്ഷമമാകുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ടോ?
സുരേഷ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യ കണ്ണികളിലേക്ക് എത്താനാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടനിലക്കാരനായിട്ടുള്ള സബിത്ത് നാസറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്ത സജിത്ത് ശ്യാമിനെ കൂടി അറസ്റ്റ് ചെയ്ത് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നീളുന്നത്. എന്തായാലും ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ വ്യാജ സിം ഉപയോഗിച്ചാണ് ഇവരൊക്കെ തന്നെ നിരന്തരം ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഹൈദരാബാദ്, ഡൽഹി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് യുവാക്കളെ കടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, അതായത് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനാനന്തരമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുഖ്യ കണ്ണികളിലേക്ക് എത്തണമെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സബിത്ത് നാസറിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും വ്യാജമായിട്ട് ഈ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഇരകൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തത്, ഇതിന് ഇടനില നിന്ന ആളുകൾ ആരൊക്കെയാണ്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ചെറുകിട ആൾക്കാർക്ക് മുതൽ വൻകിടക്കാർക്ക് വരെ കൃത്യമായ രീതിയിലുള്ള പണം എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സ്വകാര്യ ക്ലിനിക്കുകൾ, അവർക്ക് കൃത്യമായ രീതിയിൽ വലിയ പണം ലഭ്യമാകുമ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലും, അതായത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള കണ്ണുകൾ പിടിമുറുക്കിയിട്ടുണ്ട് എന്നത് ഒരു മാഫിയ ഇത്തരത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് തഴച്ചു വളരുന്നു എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലേ. കാരണം കൊച്ചി നമുക്കറിയാം, എല്ലാ തരത്തിലും ലഹരി മാഫിയ ആയിക്കഴിഞ്ഞാലും ഗുണ്ടാസംഘങ്ങളായി കഴിഞ്ഞാലും അത്തരത്തിലൊരു അധോലോകത്തിൻ്റെ കയ്യിൽ അകപ്പെട്ട ഒരു നഗരമായി മാറിക്കഴിഞ്ഞു. അവിടെ പോലീസിൻ്റെ പരിശോധനകൾ പലപ്പോഴും കാര്യക്ഷമമാകുന്നില്ല, സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ കാര്യക്ഷമമാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഈ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ലേ? സുരേഷ്, ഈ അവയവ കച്ചവടത്തിന് പുറമെ മനുഷ്യക്കടത്ത് കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രസക്തം. അതോടൊപ്പം തന്നെ സുരേഷ് നേരത്തെ പറഞ്ഞതുപോലെ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയിട്ട് ഏകദേശം വർഷങ്ങളായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ 2020 റിപ്പോർട്ടിലും ഈ തൃശൂർ, കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവയവ കച്ചവട മാഫിയ ഉണ്ട്, ഇക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ള റിപ്പോർട്ട് അന്ന് ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ നടപടികളോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കൊച്ചിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ജനം TV അടക്കം പുറത്തുവിട്ടിട്ടുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. മാത്രമല്ല ഈ 2020 ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഒരു തുടരന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളോ പൂർത്തിയാക്കിയിട്ടുമില്ല. അതിനുശേഷം തന്നെയാണ് ഈ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് ആളുകളെ വിദേശത്തേക്ക് കടത്തി എന്നുള്ള ഒരു സംഭവം പുറത്തു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടനിലക്കാരിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടൊരു അന്വേഷണം പോയി കഴിഞ്ഞാൽ മുഖ്യ കണ്ണുകൾ പിടികൂടാതെ അല്ലെങ്കിൽ മുഖ്യ കണ്ണുകളിലേക്ക് എത്താതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അവയവ കച്ചവടം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തും വീണ്ടും തകൃതിയായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇടനിലക്കാരനായിട്ടുള്ള സബിത്ത് നാസറിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യ പ്രതികളിലേക്ക് എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം വെച്ചു. എന്തായാലും 13 ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ സബിത്ത് നാസർ ഉള്ളത്. അതിനിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. രാജ്യാന്തര അവയവ കച്ചവട മാഫിയ കൊച്ചി വഴിയും മനുഷ്യക്കടത്ത് നടത്തിയതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കാൻ ഉത്തരേന്ത്യക്കാരടക്കമുള്ള ഇരകളിൽ ചിലരെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇറാനിലേക്ക് എത്തിച്ചതായാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങൾ. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.